BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മൂവാറ്റുപുഴ ഓണക്കൂർ സ്വദേശിയായ 20-കാരനെയാണ് കാലടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്ത ഇയാൾ പ്രണയം ഭാവിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്നചിത്രമാക്കി പെൺകുട്ടിയുടെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തു. തുടർന്ന് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പിളി, SIമാരായ ജോസി എം ജോൺ, VS ഷിജു, റെജിമോൻ, SIഒമാരായ പ്രീജ, ലത, സീനിയർ CPO ഷിജോ പോൾ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കാക്കനാട് ബോസ്റ്റൽ സ്കൂളിലേക്ക് അയച്ചു. സോഫ്റ്റ്വെയറിൽ തിരിമറി നടത്തി ലക്ഷങ്ങൾ കൈക്കലാക്കി മുങ്ങിയ പ്രതിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്വിക്ക് കൺവീനിയൻസ് സ്റ്റോറിന്റെ അബാദ് മറൈൻ പ്ലാസ സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടന്റായിരുന്ന കടവന്ത്ര ലൈൻ 14 വിനായക് നിവാസിൽ നാഗരാജാണ് അറസ്റ്റിലായത്. 3 വർഷമായി സോഫ്റ്റ്വെയർ തിരിമറി നടത്തി പണം കൈക്കലാക്കി 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതിയെ ചിലവന്നൂർ ഭാഗത്തു നിന്നാണ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് അറിയിച്ചു. എറണാകുളം സെൻട്രൽ SHO അനീഷ് ജോയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, C അനൂപ്, ഇന്ദ്രചൂഡൻ, മനോജ് ബാബ, CPO സജി, സജിദേവ്, അനസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദുരിത ജീവിതത്തിനറുതി തേടി വീണ്ടും ജിഡ ഓഫീസിലെത്തി താന്തോണി തുരുത്തുകാർ. കൊച്ചി നഗരത്തിൽ നിന്ന് വെളിപ്പാട് അകലെയുള്ള തുരുത്തിൽ വേലിയേറ്റം പതിവായതോടെ പ്രദേശവാസികൾ ചൊവ്വാഴ്ച പുലർച്ചെ 3 മുതൽ വള്ളത്തിലും മറ്റുമായി ജിഡ ഓഫീസിലെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാത്രികാലങ്ങളിൽ ഇരച്ചെത്തിയ കായൽ വെള്ളം ഇവർക്ക് തീരാ ദുരിതമാണ് നൽകിയത്. കായൽ വെള്ളത്തിൽ നിന്ന് സംരക്ഷണമേകാൻ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുള്ള പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 1 പതിറ്റാണ്ട് മുൻപ് ഫണ്ട് അനുവദിച്ച പദ്ധതി ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നും ഇത് ജിഡ അധികൃതരുടെ അനാസ്ഥയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ പിരിഞ്ഞുപോകില്ലെന്ന പ്രഖ്യാപനം കൂടിയായതോടെ അധികൃതർ വെട്ടിലായി. പ്രതിഷേധം രൂക്ഷമായതോടെ രാവിലെ 8:30യോടെ സ്ഥലം MLA ATJ വിനോദ് സമരക്കാർക്ക് മുന്നിലെത്തി. 9:30യോടെ ജില്ലാ കളക്ടർ NSK ഉമേഷും എത്തി. പ്രതിഷേധക്കാരുമായി സംസാരിച്ചെങ്കിലും സമരം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വങ്ങളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് അധികൃതർ വിശദീകരിച്ചത്. തുടർന്ന് ഇത് പരിഹരിക്കാൻ ബുധനാഴ്ച വിവിധ വകുപ്പുകളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിക്കാമെന്നും കളക്ടർ ഉറപ്പു നൽകി. സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതോടെ താന്തോണി തുരുത്തുകാരുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാർക്ക് ഒഴിയാൻ 2 ദിവസം കൂടി സമയം അനുവദിച്ച് മരട് നഗരസഭ. ഇവർക്കിടയിൽ കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇവരെ നഗരസഭയുടെ സെന്ററിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2 ദിവസത്തിനകം സ്വയം ഒഴിഞ്ഞു പോകാമെന്ന് ഇവർ അറിയിച്ചു. കൂടാതെ ഇവരുടെ കൂടെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും പ്രായമുള്ളവരെയും പരിഗണിച്ചാണ് നഗരസഭ 2 ദിവസം കൂടി സമയം അനുവദിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ ഒഴിഞ്ഞില്ലെങ്കിൽ ഫലം പ്രയോഗിച്ച് ഒഴിപ്പിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുറുവ സംഘാംഗം സന്തോഷ് ചെൽവത്ത് ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് നടപടി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റായി KA പൗലോസിനെ തിരഞ്ഞെടുത്തു. നിലവിൽ AP അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. മുടക്കപ്പുഴ പഞ്ചായത്തിലെ 4 പാലം പുനർനിർമ്മാണ തീരുമാനം വൈകുന്നു. നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി എൽദോസ് കുന്നപ്പള്ളി MLAയും കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാറും നിവേദനം നൽകി. തിരക്കേറിയ കീഴിലം കുറിച്ചിലക്കാട് റോഡിലാണ് പാലം. കുറിച്ചിലക്കാട്, മലയാറ്റൂർ, അങ്കമാലി ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്കുള്ള എളുപ്പ വഴിയാണിത്. മുടക്കുഴ കുടുംബാരോഗ്യ കേന്ദ്രം, അകനാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്ക് സമീപമുള്ള പാലം എന്ന പ്രത്യേകതയുമുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മിനിലോറി ഇടിച്ച് ഇവിടെ പാലത്തിന്റെ കൈവരികൾ തകർന്നിരുന്നു. 65 വർഷം പഴക്കമുള്ള പാലമാണ്. പാലത്തിന് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതി മാത്രമാണുള്ളത്. എതിർവാഹനങ്ങൾ ഒരു വശത്ത് നിർത്തിയിട്ടതിന് ശേഷമാണ് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും റോഡിന് വീതിയുണ്ടെങ്കിലും പാലത്തിന്റെ വീതി കുറവ് പലപ്പോഴും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നുണ്ടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.